ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആ പേരെ വീട്ടിൽ മിണ്ടിയ ഉണ്ടല്ലോ, എപ്പൊ നോക്കിയാലും സിദ്ധു 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 ജമ്മം ചെയ്താ വരാത്ത ഒരാള്. കേട്ടിട്ട് മടുത്ത്, എല്ലാവർക്കും മടുത്ത്. ഓ അപ്പൊ സിദ്ധുവിന്റെ പേര് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും മടുപ്പാണല്ലേ? എന്റെ വിഷമം എനിക്കല്ലോ അറിയത്തു. കളിയും വരാത്ത ഞങ്ങൾ ആരെങ്കിലും ചെയ്ത് തെറ്റാണോ? അല്ലല്ല, ഇത് എന്റെ തെറ്റാണോ? എന്റെ കുഞ്ഞ് വിഷമിക്കണ്ട കേട്ടാ. വരും, അളിയൻ വരും. വിഷമിക്കല്ലേ, വിഷമിക്കല്ലേ എന്തിനാ? അതൊക്കെ മോശം. എന്താടേ രണ്ടുപേരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത്? സിദ്ധുളിയും വരാത്തന്റെ സങ്കടം ചേച്ചിക്ക്. അയ്യോ, ലച്ചു കാത്തിരുന്ന് ഇനി ആ പാറമടയിലെ വെള്ളം പറ്റുമായിരിക്കും അല്ലേ? അത് വച്ചടേന് മുന്നേ ഞാൻ അടുത്ത് ചാടും. ചേച്ചി എനിക്ക് സിദ്ധുനെ കാണണം. കരയണോ ലച്ചു? പിന്നെ വിഷമം വന്ന കരയില്ലേ? ഞാൻ കരയും. കഷ്ടം, ഇത് പളിയം വരാതെ നമ്മളെങ്ങനെ കാണാൻ? ചേച്ചി ചേച്ചി അന്ന് നമ്മുടെ അളിയന്റെ കൂടെ അവിടെ മറ്റേ ഈ വലം കൈ ഇടം കൈ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഷിഹാബിക്ക്. ശിഹാബിക്ക. അന്ന് ശിഹാബിക്ക പറഞ്ഞ എന്തിനാണ്? ശിഹാബിക്ക തിരിച്ചങ്ങോട്ട് പോയാലേ അളിയന് ലീവ് വിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലേ? അതെ. അതിനയാള് തിരിച്ചു പോയാ? പോയാ പോയിട്ടില്ല. സിദ്ധു വിളിച്ചപ്പോ പറഞ്ഞത് പെരുന്നാൾ കഴിയുമ്പോ പോകുന്ന. പോയിട്ടില്ലെന്നാ? ഇതിപ്പോ ഏറെക്കുറെ 3 മാസത്തെ കൂടുതലായില്ലേ പുള്ളി വന്നിട്ട്. അപ്പൊ പെരുന്നാൾ കഴിയുമ്പോഴെങ്കിലും പോവോ? ചില ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ. അവിടുന്ന് ഇങ്ങനെ വരും, ഗൾഫിൽ നിന്ന് വരും, ഇവിടെ നാട്ടിൽ വന്നിട്ട് കാശ് മൊത്തം തീർന്നു കഴിഞ്ഞ് പിന്നൊക്കെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണയം വെച്ച്, ബന്ധുക്കാരുടെ കയ്യിരിക്കുന്ന സ്വർണവും പണയം വെച്ച് കടത്തിന്റെ മേലിൽ കടവുമായിട്ട് തിരിച്ചു പോകുന്നു, ആ കടം തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് പുള്ളിയെ വിളിച്ചു പോകും. വിളിയടേ, അയാളെങ്ങനെയും പറഞ്ഞു വിടാം. അങ്ങനെയാണെങ്കിൽ സിദ്ധു കൂടെ തിരിച്ചു വരുമല്ലോ. പുള്ളീനെ വിളിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? തിരിച്ചു പോണില്ലേന്ന് ചോര്. എപ്പൊ പോണം ചോര് ചോദിക്കാല്ലേ? വിളിച്ചു ചോരും കൊണ്ട്. ഹലോ ഷിഹാബിക്ക, ലച്ചുവാ. ഇക്ക എവിടെയുണ്ട്? അവിടെ എന്താ പരിപാടി? ആണല്ലേ. ഇക്ക എന്നാ ഇക്ക തിരിച്ചു പോന്നേ? അയ്യോ അങ്ങനെ ചോദിച്ചല്ല, ജസ്റ്റ് ഒരു ഇതിന്. ആണാ? ഓ ശരി ഇക്ക, നിക്കടെ പരിപാടി നടക്കട്ടെ. ഓ ഞാൻ വിളിച്ചോളാം. ശരി. പോണാരും ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ആലോചിക്കണേ ഉള്ളൂ. പുള്ളിയുടെ തൃശ്ശൂര് ഏതോ ബന്ധുവിന്റെ വീട്ടിലുണ്ട്. ഈ കണക്കിനാണെങ്കിൽ അളിയ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം സത്യമാണ്. കരുനാക്കുളൊന്നും പറയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞാലാണ് കുറ്റം. എന്തെങ്കിലും വഴി ആലോചിക്ക്. അയാൾ തിരിച്ചു പറഞ്ഞിടണ്ടേ? ഇവിടെ നാട്ടില് ലീവിൽ വന്ന പുള്ളിനെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടാനാ? ചേച്ചി നമുക്കൊരു കാര്യം ചെയ്താലേ? നമുക്ക് നൈസില് ഷിഹാബിക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് കൺവിൻസ് ചെയ്തങ്ങ് പറഞ്ഞു വിടാം. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും? ഇപ്പം അളിയ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഷിഹാബിക്ക പെരുന്നാൾ കഴിയുമ്പോ അങ്ങോട്ട് ചെല്ലുമെന്നാണല്ലോ. പക്ഷെ ഷിഹാബിക്ക ഇപ്പൊ എന്താണ് പറഞ്ഞത്? തീരുമാനമായിട്ടില്ലെന്നല്ലേ? ആലോചിക്കണേ ഉള്ളെന്ന്. നമുക്കപ്പൊ നൈസില് ഷിഹാബിക്കെ വിളിച്ചു വരുത്തിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. ഇക്ക പെരുന്നാൾ കഴിയുമ്പോ പോ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കയറ്റിയും വിടാം. എടാ പക്ഷെ എന്തും പറഞ്ഞ് വിളിക്കും വീട്ടിലേക്ക്. ഇപ്പൊ നോമ്പോറന്ന് പറഞ്ഞ് വിളിക്കാമല്ലോ. അതിന് വിളിച്ചാൽ വരുമോ? അതെന്തര്, അതൊക്കെ വരും. ചാച്ചി വിളിച്ചു നോക്കി വെച്ച് ഉറപ്പായിട്ടും വരും. എന്തായാലും പുള്ളി ഇപ്പൊ തൃശ്ശൂരുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, പുള്ളി എടുത്ത് പറഞ്ഞ ആളെ ഇങ്ങോട്ട് വരാം. നല്ല ഐഡിയ ആണ്. വിളിച്ചു നോക്കി ലച്ചു. വിളിക്കാല്ലേ? ഹലോ ഷിഹാബിക്ക. ഇക്ക ഹലോ. ഇക്ക എനിക്ക് വോയിസ് ക്ലിയർ ആയിട്ടല്ലേ കേൾക്കണം. ഇക്ക എവിടെ എത്തി? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കുക. സ്ഥലോ? ഇക്ക മറ്റേ അയ്യോ റോഡ്, ആ മൂലപ്പാടം റോഡ് കയറിയായിരുന്നോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഏതൊക്കെ റോഡ് കൂടി കേറിയിട്ടുണ്ട്. ഇക്ക എവിടെ നിക്കണത്? വല്ല അടയാളം ഉണ്ടെങ്കിൽ പറയിക്ക. അടയാളോ? ഇത് ടാറിട്ട റോഡാ. ടാറിട്ട റോഡാ? അതിപ്പോ എല്ലാ റോഡും ടാറിട്ടല്ലിക്ക. വേറെ എന്തെങ്കിലും അടയാളം പറ. വേറെ മതിലിന്റെ മുകളിൽ ഒരു കാക്ക നിൽക്കുന്നുണ്ട്. എന്റെ ഇക്ക അവിടെ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? വല്ല കടയുടെ പേരോ ബോർഡോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിൽ 2 സിംഹം ഇരിക്കുന്നുണ്ട്. സിംഹോ?
ആ പ്രതിമ. ആ ആ ഗേറ്റ് എത്തിയാ? ആ ആ റോഡ് നേരെ ഇങ്ങ് വരുമ്പോഴത്തേക്കും വേറൊരു പച്ച വലിയ ഗേറ്റ് കാണാം. ആ ആ റോഡ് കയറി അകത്തേക്ക് വന്നാ മതി. ആ അങ്ങനെയല്ലേ വഴി പറഞ്ഞു തരിക. ചിക്കനെ ലൊക്കേഷൻ ഇട്ട് തന്നല്ല, അത് നോക്കി വന്നാ പോരായിരുന്നോ? അതിനാ ലൊക്കേഷൻ കിട്ടണ്ടേ? ആ അപ്പൊ ആ വഴി നേരെ പോരെ, ഞാൻ അവിടെ ഉണ്ടാവും. ആ ഓക്കെ എന്നാലും ശരി.